ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഫോം ചെയ്തത്. എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിനെ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിൻ്റെ അവിടെ ജസ്റ്റ് ഒരു റിജക്ഷൻ എടുക്കുന്നുണ്ട് മാർക്കറ്റ്. അങ്ങനൊരു റിജക്ഷൻ എടുക്കുന്ന കൊണ്ടും പിന്നെ എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റ് താഴോട്ട് പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എങ്ങനെയാണെന്നറിയില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ പ്ലാൻ ചെയ്താൽ ഏകദേശം ഓക്കെ ക്യാൻഡിൽ ഹൈയുടെ മേളിലാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേളിലോട്ട് പോയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കറക്റ്റ് പ്ലേസ് കിട്ടും. ഏതായാലും ഒരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, നമ്മുടെ ലൈനിൽ ആണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എൻട്രി എടുത്തപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നെഗറ്റീവായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലൈനെ അത്യാവശ്യം 800 700 നമ്മുടെ ലൈനെ അത്യാവശ്യം മേളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. എനിക്ക് രണ്ട് സൈഡിലോട്ടുള്ള ഒരു പ്രോബബിലിറ്റി തോന്നി. അതിനകത്ത് കൂടുതൽ പ്രോബബിലിറ്റി താഴോട്ടാണ് തോന്നിയത്. അതാണ് ഞാൻ അങ്ങനെ ട്രേഡ് എടുത്തത്. 700 800 നമുക്ക് റിസ്ക് എടുക്കേണ്ട ട്രേഡേഴ്സ്. നമുക്ക് ഇമീഡിയറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. കാരണം നമ്മുടെ ലൈനെയും നമ്മുടെ ലൈനെയും കൂടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ 331 332 ഓക്കെ, നമുക്ക് എൻട്രി കിട്ടിയത് 379. ഓക്കെ, 331. അവിടുന്ന് തന്നെ ഒരു ഹ്യൂജ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി. ഓക്കെ, ഫൈൻ. ജസ്റ്റ് നമ്മളൊരു 2-3 പോയിൻറ്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് ആണ് ട്രേഡേഴ്സ്. സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 5000 പ്ലസിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ട്രേഡേഴ്സ്. അപ്പോൾ ഒരു 4000 നമ്മളുടെ എൻട്രി ട്രേഡേഴ്സ് ഞാൻ സ്റ്റോപ്പ് ലോസ് വച്ചതിൽ ഒരു തെറ്റുണ്ടായി. 341 342 അല്ലേ വരേണ്ടത്. ഓക്കെ, നമ്മുടെ ലോസ് ലിമിറ്റ് കഴിഞ്ഞ് എന്നിട്ടും ട്രിഗർ ആയില്ലേ, അതാണ് ഞാൻ നോക്കിയത്. 41. അയ്യോ, ഇവിടുന്ന് ഭയങ്കര കണ്ടിന്യൂസ് മൊമെൻറ്റം ആണെങ്കിൽ ഞാൻ കൗണ്ട് ചെയ്തത് തെറ്റിപ്പോയി. 38 പോയിൻറ്റ്സേ. നമ്മുടെ ലൈനെയും ബ്രേക്ക് ചെയ്ത് 6000. ഓക്കെ 342 നമ്മുടെ ട്രിഗർ പ്രൈസും. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം ട്രേഡേഴ്സ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. അടുത്ത ട്രേഡ് എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിരുന്നു ട്രേഡ്. നമ്മളുടെ ട്രേഡ് എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പം തന്നെ നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തു ട്രേഡേഴ്സ്. മാർക്കറ്റ് ആദ്യം നമുക്ക് നമ്മളുടെ എൻട്രി പോയിൻ്റ് ഏകദേശം ഭയങ്കര റിസ്കി ട്രേഡാണ് ട്രേഡേഴ്സ്. കാരണം ഇത്രയും ബുള്ളിഷ് മൊമെൻറ്റം നടക്കുമ്പോൾ നമ്മൾ ട്രേഡിങ് എഗ്നിസ്റ്റ് ദ ട്രെൻഡാണ്. ഏതായാലും ഞാൻ ട്രേഡിൽ എൻ്റർ ആയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ചുമ്മാ എടുത്തല്ല, റീസൺ ഉണ്ടായിട്ട് എടുത്താണ് ട്രേഡേഴ്സ്. ഇതിന് മുന്നൊരു ട്രേഡ് എടുത്തു, അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല കാരണം ഞാൻ വണ്ടി ഇരുന്ന് എടുത്ത് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തിരുന്നു ട്രേഡേഴ്സ്. ഇതായിരിക്കും നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ട്രേഡ് എടുത്ത ഉടനെ നമുക്ക് ഫേവറായിട്ട് ചെറിയൊരു ഫോള് കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഹൈലി റിസ്കി ട്രേഡാണ് ട്രേഡേഴ്സ്. കാരണം മാർക്കറ്റിൻ്റെ ട്രെൻഡിന് നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഇത് ചുമ്മാ എടുത്തല്ല, ഇതിൻ്റെ ജസ്റ്റ് റീസൺ ഉണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലായിരിക്കും ഒരു 31-32 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസാണ് നമ്മൾ വയ്ക്കുന്നത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്, പ്രീമിയത്തിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും കൂടിയാണ് വയ്ക്കുന്നത്. എക്സാക്ട്ലി ഈ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ട്രേഡേഴ്സ്. നമ്മുടെ നമ്മളുടെ എൻട്രി പോയിൻ്റ് 100. ഇപ്പോൾ ഒരു 34 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോള് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ടാണ് മാർക്കറ്റ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 5000 പ്ലസിന് വല്ലതും മേളിൽ ടാർഗറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ വെച്ചേക്കും. ഇതിനിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ്. അപ്പോൾ ഞാൻ ഏതായാലും നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഇതിന് മുന്നേ എടുത്തിരിക്കുന്ന ആ ഒരു 886 റുപ്പീസ് കാണുന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജസ്റ്റ് ഞാൻ ഒരു ട്രേഡ് ജസ്റ്റ് എടുത്തായിരുന്നു. അതും ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ആണ് എൻട്രി നോക്കിയത്. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് ഒന്നും വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അല്ലെങ്കിൽ കോസ്റ്റിൽ നമുക്ക് ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് കോസ്റ്റ് എഗനിസ്റ്റാണ്, കോസ്റ്റിന് താഴത്താണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കോസ്റ്റിന് മേലിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രോഫിറ്റ് കാണിക്കുന്നത്. സോ അപ്പം എഗനിസ്റ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തേക്കണം. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും ഓക്കെ, നോ ഇഷ്യൂ, നമുക്ക് ട്രേഡ് നാളെ എടുക്കാം. അപ്പോൾ ഇന്നലെ നമുക്ക് ലോസ് ആയിരുന്നു. അപ്പം ഇന്നൊന്ന് ഗ്രീനിൽ എൻഡ് ചെയ്യണം. അപ്പോൾ വലിയൊരു ടാർഗറ്റോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇത് ഒരു 7,000 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2,000 സംതിങ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ ഇന്ന് ഗെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതോടെ ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോൾ കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മൾ നൈസ് 2,000 3,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് 3,000 ഓക്കെ. ഇവിടുന്ന് റിവേഴ്സൽ വന്നാൽ തന്നെ ചിലപ്പോഴേ പെട്ടെന്നൊക്കെ ആയിരിക്കും മൊമെൻറ്റം വരുന്നത്. എഗനിസ്റ്റല്ലേ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാൻ ട്രേഡേഴ്സ് 460 429ഉം 445 കിട്ടിയ 430 ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ഒരു 31.16 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ട്രേഡേഴ്സ്. എന്ന് വെച്ചാൽ ആ സ്പോട്ടിൻ്റെ അനുസരിച്ച് 31 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ട്രേഡേഴ്സ്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒന്നാമത് എഗനിസ്റ്റ് മാർക്കറ്റാണ്. ഇത്രയും ബുള്ളിഷ് മൊമെൻറ്റം നടക്കുമ്പോൾ നമ്മൾ പോയി അവിടെ സെല്ല് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒരു 100% കൂടുതലാണ്, അല്ലെങ്കിൽ മോർ ദാൻ 50% ഉറപ്പായിട്ടും കൂടുതലാണ്. കാരണം ഒരുപാട് പേര് നമ്മളെപ്പോലെ ഇപ്പോൾ സെല്ല് ചെയ്ത് കാണും. സോ ഇത്രയും വലിയ ബുള്ളിഷ് മാർക്കറ്റിൽ ഗോ വിത്ത് ദ ട്രെൻഡ് എന്നാണ് പറയപ്പെടുന്നത്. ട്രേഡിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ഡബിൾ ഡബിൾ ടോപ്പ് മാർക്കറ്റ് ഫോം ചെയ്തു. ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുന്നതിന് ജസ്റ്റ് മുന്നേ തന്നെ ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്താൽ വീണ്ടും നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് ട്രേഡേഴ്സ്. കുഴപ്പമില്ല, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്തായാലും ഇൻടാക്റ്റ് ആണ്. വെരി ഗുഡ് 3,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി ജസ്റ്റ് 1,200 എക്സാക്ട്ലി നമ്മളുടെ കോസ്റ്റിൻ്റെ തൊട്ടടുത്ത് എത്തി. ഇതിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നില്ല ട്രേഡേഴ്സ്. കാരണം ഇനിയിപ്പോൾ തിരിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വേണമെങ്കിൽ ഒരു ഇത് വരാനും ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല റീസൺ കൊണ്ടാണ് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ആയേക്കുന്നത്. സോ അതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു ലൈനാണ് നമ്മളുടെ ഒരു ബ്രേക്ക് ഓർ മേക്ക് ലൈൻ എന്ന് പറയുന്നത്. കാരണം അത് ആ ഡബിൾ ടോപ്പിൻ്റെ ഇതാണ്, എന്താ പറയുക, ഡബിൾ ടോപ്പിൻ്റെ ട്രെൻഡ് ലൈനാണത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗണിലാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. ഞാൻ ജസ്റ്റ് ആ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് ഇത്രയും ബുള്ളിഷ് നിൽക്കുമ്പോഴും നമ്മൾ മാർക്കറ്റിന് അഗൈൻസ്റ്റ് ട്രേഡ് എടുത്ത അത്ര ഒരു ഗുഡ് ഡിസിഷൻ അല്ല. പക്ഷേ റീസൺസ് ഉണ്ട്, 1-2 റീസൺസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ട്രേഡ് എടുക്കാനുള്ള കാര്യം. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴത്ത് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. എഗെയിൻ നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 445 നമുക്ക് എൻട്രി കിട്ടിയപ്പോൾ 444 ജസ്റ്റ് നമുക്ക് എഗനിസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ചാർട്ടിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കും. നമ്മളുടെ എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടി ഞാനൊന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ഒരു 2,500ൻ്റെ പ്രോഫിറ്റ് ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ 50 പോയിൻറ്റ്സിൻ്റെ തന്നെ 695 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം ഇവിടുന്ന് തിരിയുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ് ട്രേഡേഴ്സ്. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റ് ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഏരിയയുടെ ജസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട് 485. നമ്മളുടെ ടാർഗറ്റിലേക്ക് ഞാൻ സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 495 ആണ്. 491. ഓക്കെ, ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ ഒരു 2700 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡായിരുന്നു ട്രേഡേഴ്സ്. ജസ്റ്റ് വളരെ സിമ്പിൾ, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഉണ്ടായപ്പോൾ നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് പോലും പറയാൻ പറ്റില്ല, അതിൻ്റെ ജസ്റ്റ് മുന്നേ നമുക്ക് കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതെ, ഒന്ന് വേണമെങ്കിൽ വരച്ച് കാണിച്ചത് ഇതാണ് ഡബിൾ ടോപ്പ് ഫോം ചെയ്ത്. ഈ ഡബിൾ ടോപ്പ് ഫോം ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് വെച്ച് നമ്മളുടെ എഗനിസ്റ്റ് മാർക്കറ്റ് ട്രെൻഡിൻ്റെ എഗനിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തോടനെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ജസ്റ്റ് ഒരു 16 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 50 പോയിൻറ്റ്സിൻ്റെ മീൻസ് 30 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ആയിരുന്നു വെച്ചത്. അങ്ങനെ ഓവറോൾ നമ്മൾ ഒരു 445 നമുക്ക് എൻട്രി കിട്ടി. 495 നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇന്ന് ഓവറോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആയിരുന്നു. സെക്കൻഡ് ട്രേഡ് ഞാൻ കോസ്റ്റ് ടു കോസ്റ്റ് ഇറങ്ങി. തേർഡ് ട്രേഡ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ട്രേഡേഴ്സ്. ഓക്കെ, താങ്ക് യു, ബൈ.